നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ടുള്ള ബി സി സൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ബി ഡി ഇ സി എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ. നമ്മളോട് ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഇവിടെ പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും. ഇവിടെ എ സി ഹൈപ്പോട്ന്യൂസ് ആണ്, എ ബി ബേസ് ആണ്, ബി സി പെർപെൻഡിക്കുലർ ആണ്. സോ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബി സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, പൈതഗോറസ് തിയറത്തിൽ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം എ സിയുടെ വാല്യൂ 3.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്, എ ബിയുടെ വാല്യൂ 1.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ 3.5 ദി ഹോൾ സ്ക്വയർ മൈനസ് 1.5 ദി ഹോൾ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ബി സി സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ വരുന്നുള്ളത്. ഇന്ന് നമുക്ക് 3.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12.25ഉം 1.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6.25 ആയിരിക്കും. നമ്മളതിനെ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബി സി സ്ക്വയറിൻ്റെ വാല്യൂ 6 യൂണിറ്റ് ആണ് നമുക്ക് കിട്ടും. അതായത് ബി സിയുടെ വാല്യൂ √6 യൂണിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് എന്ത് കിട്ടും? ബി ഡി ഇ എഫ് എന്ന് പറഞ്ഞ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ നമ്മുടെ സൈഡായിട്ടുള്ള ബി സിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അതായത് ബി സിയുടെ സ്ക്വയർ √6ൻ്റെ സ്ക്വയർ ആയിരിക്കും ബി ഡി ഇ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ക്വയറിൻ്റെ ഏരിയ വരുന്നുള്ളത്. സോ √6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ബി ഡി ഇ സി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ വരുന്നുള്ളത്. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് എ ബി സി എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ഹൈപ്പോട്ന്യൂസ് ആണ് എ സി പെർപെൻഡിക്കുലർ ആവുന്ന മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്, എ സി ഡി എന്ന് പറഞ്ഞ മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ദെൻ അതിൻ്റെ ഹൈപ്പോട്ന്യൂസ് ആയിട്ടുള്ള എ ഡി വരുന്ന രീതിയിൽ നമ്മൾ എ ഡി പെർപെൻഡിക്കുലർ ആവുന്ന രീതിയിൽ നമ്മൾ മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിർമ്മിച്ചിട്ടുണ്ട്, എ ഡി ഇ. ദെൻ ആ എ ഡി ഇൻ്റെ ഹൈപ്പോട്ന്യൂസ് ആയിരുന്ന എ ഇ വരുന്ന രീതിയിൽ, എ ഇ സൈഡ് വരുന്ന രീതിയിൽ നമ്മളൊരു സ്ക്വയർ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മളോട് ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എ ബിയുടെയും ബി സി ഡിയും ലെങ്ത് തന്നിട്ടുണ്ട്, സി ഡിയുടെ ലെങ്ത് തന്നിട്ടുണ്ട്, ഈ ഡി ഇൻ്റെ ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ എന്താക്കുക, എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ പൈതഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയാണ്. സോ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. എ ബിയുടെയും ബി സിൻ്റെയും വാല്യൂസ് നമുക്കറിയാം, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആയിരിക്കും എ സി സ്ക്വയറിൻ്റെ വാല്യൂ. സോ അതായത് 2 യൂണിറ്റ് ആയിരിക്കും എ സി സ്ക്വയറിൻ്റെ വാല്യൂ. ഇനി നമുക്ക് എ ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അത് നമ്മൾ എ സി ഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമ്മൾ എന്താക്കാണ്, പൈതഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയാണ്. എ ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണ്. എ സി സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സി ഡിയുടെ വാല്യൂ 1 യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പ്ലസ് 1 സ്ക്വയർ ആയിരിക്കും, 1 സ്ക്വയറിൻ്റെ വാല്യൂ 1 തന്നെയാണ്. സോ എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 യൂണിറ്റ് ആയിരിക്കും എ ഡി സ്ക്വയറിൻ്റെ വാല്യൂ വരുന്നത്. നമുക്കിനി എ ഇയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ വീണ്ടും പൈതഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. എ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ ആണ് വരിക. സോ നമ്മൾ എ ഡി സ്ക്വയറിൻ്റെ വാല്യൂ 3 യൂണിറ്റ് നമുക്കറിയാം, ഡി ഇ 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ് വരിക. സോ എ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 പ്ലസ് 1, അതായത് 4 യൂണിറ്റ് ആയിരിക്കും എ ഇ സ്ക്വയറിൻ്റെ വാല്യൂ വരുന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ എ ഇയുടെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 4 2 യൂണിറ്റ് ആയിരിക്കും, അതായത് 2 മീറ്റേഴ്സ് ആയിരിക്കും വരുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എ ഇ എഫ് ജി എന്ന് പറഞ്ഞ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ ഇൻ്റെ സ്ക്വയർ ആയിരിക്കും. എയുടെ വാല്യൂ 2 ആണെങ്കിൽ 2ൻ്റെ സ്ക്വയർ, അതായത് 4 ആയിരിക്കും നമ്മുടെ എ ഇ എഫ് ജി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആയിട്ട് വരുന്നുണ്ടാവുക.